ചന്ദ്രപൂർ മലനിരകളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമം. ഇവിടെ ഓരോ മരവും ഓരോ നിഴലും ഒരു രഹസ്യ കഥ മറച്ചുവെച്ചിരിക്കുന്നു. പച്ചപ്പുള്ള മലനിരകളുടെ മടിത്തട്ടിൽ പക്ഷികളുടെ കിലുകില ശബ്ദങ്ങൾക്കിടയിൽ ഈ ഗ്രാമം ശാന്തമായി വിശ്രമിച്ചു. ഗ്രാമത്തിന്റെ ഒരു മൂലയിൽ ഒരു ചെറിയ കുടിലിൽ നൂർ എന്ന ലളിതവും ഒറ്റപ്പെട്ടതുമായ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവളുടെ ജീവിതം ഒരു മുന്തിരിത്തോട്ടത്തിനു ചുറ്റും കറങ്ങി. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ശേഷം ആ തോട്ടം അവൾക്ക് അവകാശമായി ലഭിച്ചു. നൂറിന് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആനന്ദമോ ഇല്ലായിരുന്നു. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കും മുമ്പ് അവൾ തോട്ടത്തിലേക്ക് പോകും. തന്റെ മൃദുലമായ കൈകളാൽ മുന്തിരി പറിച്ച് ചന്തയിൽ വിറ്റ് ജീവിതം മുന്നോട്ടു കൊണ്ടുപോയി. ഗ്രാമത്തിൽ നൂറിനെക്കുറിച്ച് ഒരു വാചകം മാത്രം പ്രചാരത്തിലായിരുന്നു: മുന്തിരി വിൽക്കുന്ന പെൺകുട്ടി എപ്പോഴും ഒറ്റയ്ക്കാണ്. ഒരു ദിവസം സൂര്യകിരണങ്ങൾ മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ ഒഴുകി നിലത്ത് മൃദുലമായ നിഴലുകൾ വീഴ്ത്തി. പക്ഷികൾ കിളിനാദങ്ങൾ കൊണ്ട് കഥകൾ പറഞ്ഞു. നൂർ തന്റെ ചിന്തകളിൽ മുഴുകി മുന്തിരി പറിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ക്ഷീണം, ഒരു ആഴമായ മൗനം. അവളുടെ ഹൃദയത്തിൽ ഒരു ഭാരമുള്ള രഹസ്യം ഉള്ളതുപോലെ തോന്നി. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഒരു 10 വയസ്സുള്ള ആൺകുട്ടിയുടെ മേൽ പതിഞ്ഞു. ഒരു സാധാരണ കുട്ടി നിശബ്ദമായി അവളെ നോക്കി ഇരിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു വിചിത്രമായ നിഷ്കളങ്കത, ആഴമായ ദുഃഖം. അവനെ കണ്ട് നൂർ ആദ്യം ഞെട്ടി. "നിന്റെ പേര് എന്താണ്? ഇവിടെ എന്താണ് ചെയ്യുന്നത്?" എന്ന് അവൾ ചോദിച്ചു. പക്ഷേ ആ കുട്ടി ഒന്നും മിണ്ടിയില്ല, അവളെ നോക്കുക മാത്രം ചെയ്തു. നൂർ ഒരു ഉണങ്ങിയ വടി എടുത്ത് "പോ, എന്റെ തോട്ടം നശിപ്പിക്കരുത്" എന്ന് ആക്രോശിച്ചു. എന്നിട്ടും അവൻ അവിടെ തന്നെ ഇരുന്നു. അവന്റെ കണ്ണുകളിൽ ഭയമില്ല, ഒരു ആഴമായ ദീനത മാത്രം. നൂറിന്റെ മനസ്സ് അല്പം മേപ്പെട്ടു. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ അവളുടെ ധൈര്യം അല്പം കുറഞ്ഞു. കുട്ടി ഒരു ബഹളവും ഉണ്ടാക്കിയില്ല, കണ്ണുകൾ താഴ്ത്തി. ഒരു നിമിഷത്തെ മൗനം. ഒടുവിൽ നൂർ പതുക്കെ പറഞ്ഞു, "ശരി, പക്ഷേ തോട്ടത്തിൽ ഒന്നും നശിപ്പിക്കരുത്." ആ ദിവസം ആ കുട്ടി ഓടിപ്പോയില്ല. ഒരു മൂലയിൽ ഇരുന്ന് നൂർ മുന്തിരി പറിക്കുന്നത് നോക്കി. അടുത്ത ദിവസം നൂർ തോട്ടത്തിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീണ്ടും അവിടെ ഉണ്ടായിരുന്നു. ഈ തവണ അവൾ ഭയപ്പെട്ടില്ല, അത്ഭുതപ്പെട്ടു. "നീ വീണ്ടും വന്നോ?" എന്ന് ചോദിച്ചു. കുട്ടി തലയാട്ടി. നൂറിന്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി. അവൾ കുറച്ച് മുന്തിരി എടുത്ത് അവന്റെ മുന്നിൽ വച്ചു. അവൻ നിശബ്ദമായി തിന്നാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. നൂർ തോട്ടത്തിൽ വരും, ജോലി ചെയ്യും, ആ കുട്ടി അവിടെ ഉണ്ടാകും. മുന്തിരി പറിച്ച് താഴേക്ക് എറിയും. ചിലപ്പോൾ കൈ നീട്ടി "ഇന്ന് എനിക്ക് എന്താണ് തരുന്നത്?" എന്ന് ചോദിക്കുന്നതുപോലെ നോക്കും. നൂർ അവന്റെ സാന്നിധ്യത്തോട് പൊരുത്തപ്പെട്ടു. അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ മനസ്സിലാക്കുന്നതുപോലെ, "എന്റെ അമ്മയും നിന്നെപ്പോലെ ശാന്തയായിരുന്നു" എന്ന് അവൾ പറയും. കുട്ടി അവളുടെ വാക്കുകൾ കേൾക്കും, കണ്ണുകളാൽ മറുപടി നൽകും, ചിലപ്പോൾ തലയാട്ടി, ചിലപ്പോൾ ഒരു നെടുവീർപ്പ് വിട്ട്. പക്ഷേ അവനോടൊപ്പം ആയിരിക്കുമ്പോൾ നൂർ ഒരു വിചിത്രമായ സമാധാനവും ആശ്വാസവും അനുഭവിച്ചു. ഒരു ദിവസം മഴ തുടങ്ങി. നൂർ തന്റെ കുടിലിലേക്ക് ഓടുമ്പോൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. ആ കുട്ടി തോട്ടത്തിൽ നനഞ്ഞ് ഒറ്റയ്ക്ക് നിന്നു. ആ നിമിഷം അവളുടെ ഹൃദയം ഉരുകി. അവൾ പിന്നോട്ട് ഓടി. "നീ എന്തിനാണ് വരാതിരുന്നത്? എന്നോടൊപ്പം വാ" എന്ന് പറഞ്ഞ് അവനെ കുടിലിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നൂറിന്റെ കുടിലിൽ ഏകാന്തത ഇല്ലായിരുന്നു. അവൾ ആ കുട്ടിയെ അടുത്ത് നിർത്തി അലി എന്ന് വിളിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ചിലർ ചിരിച്ചു, ചിലർ മന്ത്രിച്ചു. "ഈ പെൺകുട്ടിക്ക് ഭ്രാന്ത് പിടിച്ചു, ഒരു ആൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നു" എന്ന് പരിഹസിച്ചു. പക്ഷേ ആ വാക്കുകൾ നൂറിനെ തൊട്ടില്ല. അവൾ തന്റെ ലോകത്ത് സന്തോഷവതിയായിരുന്നു. അലി, മുന്തിരിത്തോട്ടം, അവളുടെ ഹൃദയത്തിലെ ശാന്തി എന്നിവയോടൊപ്പം. ഒരു രാത്രി പുറത്ത് തണുത്ത കാറ്റ് വീശി. കുടിലിൽ ഒരു മൺവിളക്ക് മിന്നി മിന്നി ജ്വലിച്ചു. കിടക്കയിൽ കിടന്ന് നൂർ ചോദിച്ചു, "അലി, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും അല്ലേ?" അലിയുടെ കണ്ണുകളിൽ ഈർപ്പം. അവൻ തലയാട്ടി. നൂർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ ആ രാത്രി എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് അവൾക്കറിയില്ലായിരുന്നു. ചന്ദ്രദീണ്ടൊരു ശൈത്യകാലം എത്തി. സൂര്യപ്രകാശം മങ്ങി, മരങ്ങളുടെ ഇലകൾ മഞ്ഞനിറമായി ഉതിർന്നു. മുന്തിരിപ്പരുവം അവസാനിച്ചു. നൂറിന്റെ ശരീരം കുറച്ചു ദിവസങ്ങളായി ക്ഷീണിച്ചതുപോലെ തോന്നി. അവളുടെ മുഖത്ത് ക്ഷീണം, ചുണ്ടുകളിൽ പുഞ്ചിരി മാഞ്ഞിരുന്നു. ആദ്യം അവൾ ഇത് സാധാരണ ക്ഷീണമായിരിക്കാമെന്ന് കരുതി. പക്ഷേ പനി, ജലദോഷം, ദൗർബല്യം അവളെ കിടക്കയിൽ കെട്ടിയിട്ടു. അലി എപ്പോഴും അവളുടെ അരികിൽ ഉണ്ടായിരുന്നു. അവളുടെ നെറ്റിയിൽ നനഞ്ഞ തുണി വച്ചു, വെള്ളം കൊണ്ടുവന്നു, ചിലപ്പോൾ ചന്തയിൽ നിന്ന് പഴങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നു. ഒരു സന്ധ്യയിൽ ആകാശം മേഘങ്ങളാൽ മൂടി. നൂർ ദുർബലമായ കണ്ണുകളോടെ അലിയെ നോക്കി നടുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു, "അലി, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചുപോയേനെ." അലി അവളുടെ കൈ പിടിച്ചു. അവന്റെ കണ്ണുകളിൽ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നതുപോലെ, അല്ലെങ്കിൽ എന്തോ മറയ്ക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ തോന്നി. ദിവസങ്ങൾക്ക് ശേഷം നൂർ സുഖം പ്രാപിച്ചു. അവൾ വീണ്ടും കുടിൽ വൃത്തിയാക്കി, തോട്ടത്തിൽ ജോലി ചെയ്തു, അലിയോടൊപ്പം മണിക്കൂറുകളോളം സംസാരിച്ചു. ഒരു പൗർണമി രാത്രിയിൽ
ചന്ദ്രൻ ആകാശത്ത് തിളങ്ങി. നൂർ പുറത്ത് പായ വിരിച്ച് അലിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, നീ എന്റെ ജീവിതം മാറ്റിമറിച്ചു അലി. ഒരിക്കലും എന്നെ വിട്ടുപോകരുത്, വാഗ്ദാനം ചെയ്യൂ. അലി അവളുടെ കവിളിൽ കൈവച്ചു. അവന്റെ കണ്ണുകളിൽ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നതുപോലെ തോന്നി. നൂർ വേഗം ഉറക്കത്തിലേക്ക് വഴുതി. ആ രാത്രി കുടിലിൽ നിശബ്ദത. കാട്ടുനിന്നു. വിളക്ക് മങ്ങലായി ജ്വലിച്ചു. നൂർ ഗാഠനിദ്രയിൽ ആയിരുന്നു. അപ്പോൾ അലി അവളുടെ അടുത്തേക്ക് വന്നു. അവന്റെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റം. അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ച് എന്തോ ചെയ്തു. പിറ്റേന്ന് രാവിലെ നൂർ കണ്ണ് തുറന്നു. അവളുടെ ശരീരം ക്ഷീണിച്ചിരുന്നു, ഒരു ദീർഘയാത്ര കഴിഞ്ഞതുപോലെ. അവൾ എന്തോ അനുഭവിച്ചു, പക്ഷേ അത് ഗവനിച്ചില്ല. മാസങ്ങൾ കടന്നുപോയി. കാലം നിശബ്ദമായി, രഹസ്യങ്ങൾ വഹിച്ചു നീങ്ങി. നൂറിന്റെ ശരീരത്തിൽ വിചിത്രമായ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പ്രഭാതത്തിൽ ഛർദി, ദൗർബല്യം, ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത. ആദ്യം അവൾ ഇത് വീണ്ടും രോഗമായിരിക്കാമെന്ന് കരുതി. പക്ഷേ ഒരു ദിവസം അവൾ ബോധം കെട്ടുവീണു. ഡൌഡൽവോവിൽ നിന്ന് ഒരു വൈദ്യനെ വിളിച്ചു. അവളുടെ നാഡി പരിശോധിച്ച ശേഷം അവൻ പതുക്കെ പറഞ്ഞു, കുട്ടി, നീ ഒരു അമ്മയാകാൻ പോകുന്നു. നിനക്ക് 4 മാസം ഗർഭിണിയാണ്. നൂറിന് ഇടുത്തി പോലെ തോന്നി. എന്ത്? ഇത് എങ്ങനെ സാധ്യമാണ്? ഞാൻ ആരോടും അടുത്തിട്ടില്ല എന്ന് അവൾ നിലവിളിച്ചു. നൂർ മണിക്കൂറുകളോളം കണ്ണാടിയിൽ തന്റെ മുഖം നോക്കി. കണ്ണുകളിൽ കണ്ണീർ, ഹൃദയത്തിൽ മുറിവ്, മനസ്സിൽ ഒരേ ഒരു ചോദ്യം, ഈ കുഞ്ഞ് ആരുടേതാണ്? അവൾ എല്ലാവരെയും സംശയിച്ചു. ഒടുവിൽ അവളുടെ ദൃഷ്ടി അലിയുടെ മേൽ പതിഞ്ഞു. അവൻ അവളുടെ മുന്നിൽ ആ നിഷ്കളങ്കമായ കണ്ണുകളുമായി ഇരിക്കുകയായിരുന്നു. ആദ്യമായി നൂറിന്റെ മനസ്സിൽ സംശയം മുളച്ചു. നീയാണോ എനിക്ക് ഇങ്ങനെ ചെയ്തത് എന്ന് അവൾ നിലവിളിച്ചു. മനോവേദനയിൽ അവൾ അലിയെ കുടിലിൽ നിന്ന് പുറത്താക്കി. ആ രാത്രി അവൻ കുടിലിന് പുറത്തിരുന്ന് കരഞ്ഞു. എല്ലാ രാത്രിയും അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നൂർ വാതിൽ തുറന്നില്ല. നൂർ പുറത്തുപോയി മുന്തിരി പറിച്ചു, ചന്തയിൽ വിറ്റു. പക്ഷേ ഉള്ളിൽ അവൾ തകർന്നുപോയിരുന്നു. ഗ്രാമവാസികളുടെ നോട്ടം മാറിയിരുന്നു. ചിലർ ചിരിച്ചു, ചിലർ ചോദ്യങ്ങൾ ചോദിച്ചു, മറ്റുള്ളവർ നിശബ്ദമായി കൗതുകം കണ്ടു. അലി ഇനി തോട്ടത്തിൽ അലഞ്ഞു നടന്നില്ല. കുടിലിന്റെ വാതിൽക്കൽ ഒരു നിഴലിനെ പോലെ ഇരുന്നു. ഒരു ദിവസം നൂർ വാതിൽക്കൽ വന്ന്, നീയാണോ എനിക്ക് ഇങ്ങനെ ചെയ്തത്? പറ എന്ന് ചോദിച്ചു. അലി ഒന്നും മിണ്ടിയില്ല. കണ്ണുകൾ അടച്ച് തല കുനിച്ചു. അത് നൂറിന് മതിയായിരുന്നു. പുറത്തുപോ, നീ എന്നെ നശിപ്പിച്ചു എന്ന് അവൾ ആക്രോശിച്ചു. അവന്റെ മേൽ വെള്ളം തളിച്ചു, വടികൊണ്ട് അടിച്ചു. ഒടുവിൽ അവനെ കുടിലിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടും പിറ്റേന്ന് അലി വീണ്ടും വന്നു. എല്ലാ ദിവസവും വാതിൽക്കൽ ഇരുന്നു. നൂർ ആക്രോശിച്ചിട്ടും വാതിൽ തുറന്നില്ല. ഗ്രാമത്തിൽ ഒരു പഞ്ചായത്ത് നടന്നു. മുതിർന്നവർ പറഞ്ഞു, ഈ പെൺകുട്ടി ഗ്രാമത്തിന്റെ മാനം കളയുന്നു. വിവാഹമില്ലാതെ കുഞ്ഞിന് ജന്മം നൽകുന്നത് തെറ്റാണ്. ഇവളെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കണം. നൂറിനെ വിളിച്ച്, കുഞ്ഞിന്റെ അച്ഛന്റെ പേര് പറ, അല്ലെങ്കിൽ നിന്നെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. നൂർ മൗനമായിരുന്നു. ചില സ്ത്രീകൾ അവളെ കാണാൻ വന്നു, ചിലർ കനിവോടെ, ചിലർ കൗതുകത്തോടെ. ഒരു സ്ത്രീ പറഞ്ഞു, ആരുടെയെങ്കിലും പേര് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ കുഞ്ഞിന് മാനം ലഭിച്ചേനെ. നൂറിന്റെ കണ്ണുകളിൽ കണ്ണീർ. ഞാൻ കള്ളം പറയില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നവൾ പറഞ്ഞു. അലി ദുഃഖത്തിൽ മുഴുകി. അവൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചു കുടിലിനു മുന്നിൽ ഇരുന്നു. അവന്റെ മുടി കൊഴിഞ്ഞു, കണ്ണുകൾ കുഴിഞ്ഞുപോയി. അവൻ നൂറിനെ നോക്കി, എന്നെ ക്ഷമിക്കൂ എന്ന് പറയുന്നതുപോലെ. നൂറിന്റെ കണ്ണുകളിലും വേദന. പക്ഷേ അവൾക്ക് മനസ്സിലായില്ല, അവൻ ശരിക്കും ഒരു കുട്ടിയാണോ അതോ ഇത് ഒരു വഞ്ചനയാണോ. ആ രാത്രി ഗ്രാമത്തിലേക്ക് ഒരു അപരിചിതനായ മൗലവി വന്നു. പ്രായമായ ഒരാൾ, ശാന്തമായ സ്വഭാവം, മുഖത്ത് ജ്ഞാനത്തിന്റെ ലക്ഷണം വ്യക്തമായിരുന്നു. അവൻ നൂറിന്റെ കുടിലിനു മുന്നിൽ നിന്ന് പറഞ്ഞു, കുട്ടി, നിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സത്യം പറയാൻ ഞാൻ വന്നിരിക്കുന്നു. നൂർ അത്ഭുതത്തോടെ നോക്കി. കണ്ണുകൾ താഴ്ത്തി അവൻ പറഞ്ഞു, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി ശരിക്കും കുട്ടിയല്ല, അവൻ ഒരു ശപിക്കപ്പെട്ട ജിന്നാണ്. നൂറിന്റെ കണ്ണുകൾ വിടർന്നു. എന്ത്? അവൻ വെറും 10 വയസ്സുള്ള കുട്ടി അല്ലേ എന്നവൾ ചോദിച്ചു. മൗലവി പതുക്കെ ഗൗരവമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് ഒരു പൂച്ചയെ കൊന്നു. അത് സാധാരണ പൂച്ചയാണെന്ന് കരുതി, പക്ഷേ അത് ഒരു ജിന്നിന്റെ കുഞ്ഞായിരുന്നു. ജിന്ന് അവനെ ശപിച്ചു, ഒരു അദൃശ്യമായ ആത്മാവാക്കി മാറ്റി. ആർക്കും അവനെ കാണാനോ സംസാരിക്കാനോ കഴിയില്ല. പക്ഷേ അവൻ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയുടെ ഫലമായി ജിന്ന് അവൻ ഒരു അവസരം നൽകി. ഒരു സ്ത്രീക്ക് മാത്രമേ അവനെ കാണാനും സംസാരിക്കാനും കഴിയൂ. ആ സ്ത്രീയുമായി ഒരു യഥാർത്ഥ ബന്ധം ഉണ്ടായാൽ അവൻ വീണ്ടും മനുഷ്യനാകാൻ കഴിയും. ആ സ്ത്രീ നീയാണ്. അവന്റെ നല്ല പ്രവൃത്തി ഇതാണ്. പൂച്ചയെ കൊന്ന ഉടനെ അവൻ ക്ഷമ ചോദിച്ച് അതിനെ മണ്ണിൽ അടക്കം ചെയ്തു. ആണുടെ പൂജ്യം. അവൻ കുറ്റവാളിയല്ല, നിർബന്ധിതനായാണ് ഇത് ചെയ്തത്. ഒരുപക്ഷേ അവന്റെ ഹൃദയത്തിൽ നിന്നോട് പ്രണയം മുളച്ചിരിക്കാം. അതുകൊണ്ടാണ് അവൻ എല്ലാ ദിവസവും തിരികെ വന്ന് നിന്റെ കുടിലിന്റെ മുന്നിൽ ഇരുന്നത്, മൗലവി പറഞ്ഞു.
നൂർ വിറയ്ക്കുന്ന കൈകളോടെ വാതിൽ തുറന്നു. അലി ഇരുന്നിരുന്ന ഇടത്ത് ഒരു സുന്ദരനായ യുവാവ് നിന്നു. വെള്ളവസ്ത്രം, കണ്ണുകളിൽ വിനയം തിളങ്ങി. നടുങ്ങിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, നൂർ, നീ അലി എന്ന് വിളിച്ചവൻ ഞാനാണ്. നീ എനിക്ക് നിന്റെ വീട്ടിൽ, നിന്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകി. നിന്റെ സത്യസന്ധത, നിന്റെ സ്പർശം എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഞാൻ 10 വയസ്സുള്ള കുട്ടിയല്ല, 25 വയസ്സുള്ള യുവാവാണ്. ഞാൻ ഒരു പൂച്ചയെ കൊന്നു. അത് ജിന്നിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞില്ല. ക്ഷമ ചോദിച്ച് അതിനെ മണ്ണിൽ അടക്കം ചെയ്തു. അതുകൊണ്ടാണ് ജിന്ന് എനിക്ക് ഈ അവസരം തന്നത്. നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. നൂർ സ്തംഭിച്ചു നിന്നു. അവളുടെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി. നീ എന്റെ ജീവിതം നശിപ്പിച്ചു. എന്റെ മാനം മണ്ണിൽ കലർത്തി. ഇപ്പോൾ പ്രണയമെന്ന് പറയുന്നോ എന്നവൾ കരഞ്ഞു. യുവാവ് മുട്ടുകുത്തി പറഞ്ഞു, നിന്നെ വേദനിപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ ഞാൻ ബോധപൂർവം ചെയ്തതല്ല. ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചു. നീ എന്നെ ഒരു കുട്ടിയായി കണ്ടിട്ടും സ്നേഹം കാണിച്ചു. ഇപ്പോൾ ഞാൻ മനുഷ്യനാണ്. നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ ചന്ദ്രപൂർ ഗ്രാമം അത്ഭുതത്തിൽ മുഴുകി. നൂറിന്റെ കുടിലിന്റെ വാതിൽക്കൽ ഒരു സുന്ദരനായ യുവാവ് നിന്നു. ഇന്നലെ വരെ അപമാനം നേരിട്ടിരുന്ന നൂർ ഇപ്പോൾ ഗർവോടെ അവന്റെ അരികിൽ നിന്നു. മൗലവി ഗ്രാമവാസികളോട് പറഞ്ഞു, നിന്റെ കണക്കുകൾ തെറ്റി. നീ കുട്ടിയെന്ന് കരുതിയവൻ ഒരു മനുഷ്യനാണ്. നൂറിനെ കുറ്റവാളിയെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ ഒരാളുടെ ജീവിതത്തിന് വെളിച്ചമായി. സ്ത്രീകൾ ലജ്ജയോടെ തല കുനിച്ചു. പുരുഷന്മാർ കണ്ണുകൾ താഴ്ത്തി. നൂർ എല്ലാവരെയും നോക്കി ഉറക്കെ പറഞ്ഞു, നിന്റെ എല്ലാവരും എനിക്ക് അനീതി ചെയ്തു. എന്നെ അപമാനിച്ചു. പക്ഷേ ഞാൻ ആരോടും കണക്ക് തീർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രണയം എന്റെ അടുക്കൽ തിരിച്ചെത്തി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നൂറിനും ആ യുവാവും വിവാഹിതരായി. ഇന്നലെ വരെ അവളെ ശപിച്ചവർ ഇപ്പോൾ ആശീർവാദം നൽകി. വിവാഹത്തിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നൂർ ഒരു സുന്ദരമായ കുഞ്ഞിന് ജന്മം നൽകി. ചന്ദ്രപൂരിൽ ആദ്യമായി ഒരു അവിവാഹിതയായ സ്ത്രീയുടെ കുഞ്ഞിന് ഇത്രയും മാനം ലഭിച്ചു. ആ കുഞ്ഞ് പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമായിരുന്നു. സുഹൃത്തുക്കളെ, ഈ കഥ നിന്റെക്ക് എങ്ങനെ തോന്നി? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള മറ്റു വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.